ചില മനുഷ്യർ നമുക്ക് ഒരത്ഭുതമാണ്. വായിക്കും തോറും അർത്ഥവ്യാപ്തി കൂടുന്ന പുസ്തകം പോലെ, ചിലപ്പോൾ അതിർത്തിയും ആഴവും അറിയാത്ത കടൽ പോലെ. ഭാവി തലമുറയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയെങ്കിലും ഈ ഭൂമിയെ സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി രാപ്പകൽ ഓടി നടക്കുന്ന, അധ്വാനിക്കുന്ന ഒരു മനുഷ്യനുണ്ട് UAE-യിൽ. നജീബ് മുഹമ്മദ് ഇസ്മായിൽ. മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കരയിലും കടലിലും കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം അവർ ആസ്വദിപ്പിക്കും. അവർ നന്നായേക്കാം. അതൊരു ഹോപ്പാണ്. അതിൻ്റെ ദുരനുഭവം മനസ്സിലാക്കുമ്പോൾ അവർ നന്നായേക്കാം. മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് മാത്രമാണ്. കാര്യം ആയിരക്കണക്കിന് വർഷം എത്രയോ തലമുറകൾ കടന്നുപോയി. അവരുടെ ഒന്നും യാതൊരു മലിനമായ വസ്തുവും അവർ ചെയ്ത ഒരു ദുഷ്പ്രവർത്തികളും ഭൂമി അവശേഷിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ തലമുറയായ നമ്മളോ ഇപ്പം ജീവിക്കുന്ന ആൾക്കാർ വ്യക്തിഗത സാധനങ്ങൾ ഒക്കെയാണ് ഭൂമി എമ്പാടും പരന്നു കിടക്കുന്നത്. ഭൂമിയെയും പ്രകൃതിയെയും ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ഭൂമിയെ സ്നേഹിക്കാൻ സ്നേഹപൂർവം നമ്മളെ ശാസിക്കുന്ന ഒരു വഴികാട്ടി. നജീബ് മുഹമ്മദ് ഇസ്മായിൽ UAE-യിലെ പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരു വിസ്മയമാണ്. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുകയല്ല, മനുഷ്യനെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ജീവജാലങ്ങളെ സംരക്ഷിക്കണം, അവനവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പ്രകൃതിക്ക് ഇതൊന്നും വിഷയമല്ല. ഇത് അഭംഗൂരം തുടർന്നു പോകും. ഭൂമിയൊന്നും നശിക്കാനൊന്നും പോണില്ല. ഭൂമിയിൽ കുറേ നമുക്ക് ജീവിക്കാൻ പറ്റാതാവുന്നേ ഉള്ളൂ. അല്ല, ഭൂമിക്കൊന്നും പറ്റാൻ പോണില്ല. ഇതൊക്കെ അവിടെ ഉള്ളതാണ്. ഭാവി തലമുറയെക്കുറിച്ചും വരും കാലങ്ങളെക്കുറിച്ചുമല്ല നമ്മൾ ഏറെ ആശങ്കപ്പെടേണ്ടത്. ആരോഗ്യത്തോടെ ജീവിക്കാൻ ആവശ്യമായ അന്തരീക്ഷം ഉറപ്പാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. അതാണ് ഏറ്റവും ചെറിയ ഉത്തരവാദിത്വം. ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയ ലക്ഷ്യത്തിലേക്കെത്താൻ ഊർജം പകരുന്ന മനുഷ്യനാണ് നജീബ് ക. പ്ലാസ്റ്റിക്, അലൂമിനിയം, ഗ്ലാസ്, പലതരം കുപ്പികൾ ഇങ്ങനെ ഉപയോഗിച്ച ശേഷം നാം വലിച്ചെറിയുന്ന ഓരോന്നും ശേഖരിച്ച് വേർതിരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുക, സംസ്കരിക്കുക. ഇതാണ് നജീബിന്റെ വിനോദം, ദൗത്യം. ഹോട്ടലുകളിലും വൻകിട പരിപാടികളിലും ഉപയോഗിച്ച ശേഷം ഒഴുക്കിക്കളയുന്ന എണ്ണയും നജീബിന്റെ ഉറക്കം കെടുത്തും. ഈ ഭൂമിയെ നശിപ്പിക്കാൻ മനുഷ്യനുണ്ടാക്കിയതാണ് ഇവയെല്ലാമെന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും ഈ മനുഷ്യൻ. റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ ഉപയോഗിക്കുക. നമുക്ക് ഏത് സാധനം ഇവിടെ ഈ ഭൂമിയിൽ ഉപയോഗിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. അതായത് അതിനെ യൂസ് ചെയ്യാം, അതിനെ മിസ്യൂസ് ചെയ്യരുത്, അബ്യൂസ് ചെയ്യരുത്. ഈ അബ്യൂസും മിസ്യൂസും ആണ് നമ്മൾ തിരുത്തേണ്ടത്. യൂസ് ചെയ്യാം, അത് കഴിഞ്ഞാൽ അത് ആ സൈക്കിളിൽ പോകണം. ഏത് കാര്യവും സർക്കുലർ എക്കണോമി ആയിരിക്കണം, ഗ്രീൻ സർക്കുലർ എക്കണോമി. 1996 UAE-യിലെത്തിയതാണ് ചങ്ങനാശ്ശേരിക്കാരനായ നജീബ്. ഉയർന്ന ജോലി. മരുഭൂമിയിലെത്തിയെങ്കിലും നജീബിന്റെ മനസ്സ് പക്ഷേ മരുഭൂമിയായില്ല. മണ്ണിനോടും പ്രകൃതിയോടും ചെറുപ്പം മുതലുള്ള സ്നേഹം വേരറ്റു പോയതുമില്ല. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയുടെ ആഴം നജീബ് മനസ്സിലാക്കിയത് ഒരിക്കൽ ഒരു ഷോപ്പിംഗ് മാളിൽ പോയപ്പോഴായിരുന്നു. ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കുന്ന ദൂഷ്യം ഞാൻ അവിടെ നിന്ന് അത് വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എത്രത്തോളം പാവമാണ്, അല്ലെങ്കിൽ തെറ്റുകളാണ്, അല്ലെങ്കിൽ ക്രൈമാണ് ഈ ഭൂമിയിൽ ചെയ്യുന്നത്. ക്രിയേറ്റിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഈസ് എ സിൻ അഗൈൻസ്റ്റ് നേച്ചർ ആൻഡ് എ ക്രൈം ഇസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. ക്രൈമാണ്, ഒരു പാവം മാത്രമല്ല, ഒരു കുറ്റകൃത്യം കൂടിയാണ്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവിടെയാണ് നമ്മൾ മാറേണ്ടത്. ഈ ചിന്തകൾക്ക് തുടർച്ചയുണ്ടായി. ഉപയോഗശൂന്യമായ ഒരു വസ്തുവും ഭൂമിയിലില്ലെന്നാണ് നജീബിന്റെ അടിസ്ഥാന തത്വം. എല്ലാം കൃത്യമായി പുനരുപയോഗിക്കാം, അതിനൊരു മനസ്സ് വേണമെന്ന് മാത്രം. ഈ മനസ്സാണ് ഈ വീടിനെ ഇങ്ങനെയാക്കിയത്. ഭൂമിക്ക് ചരമഗീതം എഴുതുന്ന മനുഷ്യർ ഉപേക്ഷിക്കുന്നതെല്ലാം ശേഖരിച്ച് വീടു തന്നെ ഒരു മ്യൂസിയമായി. നൂറുകണക്കിന് സഞ്ചി, ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, മെഡലുകൾ, ലോഹവസ്തുക്കൾ, അലൂമിനിയം ഫോയിലുകൾ, ഇങ്ങനെ ഈ കാണുന്ന കാഴ്ചകൾ നീണ്ടുപോകും. ഭാര്യ ഹസീനയും മകൾ അലീഷയും തന്നെയാണ് നജീബിന്റെ പരിസ്ഥിതി യാത്രയിലെ ആദ്യ സഹയാത്രികർ. നിലമ്പൂരിലെ വിപ്ലവ വീര്യമായിരുന്ന സഖാവ് കുഞ്ഞാലിയുടെ മകളാണ് ഹസീന. പ്രകൃതിയോടുള്ള സ്നേഹവും കരുതലും ഇത്രമേൽ തീവ്രമായ നജീബിനൊപ്പം കരുത്തായി ചില കൂട്ടുകാരുമുണ്ട്. എനിക്കിപ്പോൾ ഞാൻ പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും
ഞാൻ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു കുറ്റബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവർ വാങ്ങുമ്പോൾ തന്നെ എനിക്ക് നജീബ് ഓർമ്മ വരും. ഞാൻ ചെയ്യുന്നത് ഒരു കുറ്റമാണല്ലോ, ഒരു ക്രൈമാണല്ലോ. അത് പരമാവധി ആ സമയത്ത് ഓർമ്മ വരുന്നുണ്ട്. അതിന് പകരം നല്ലൊരു ക്ലോത്ത് ബാഗ് കയ്യിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പരിസ്ഥിതി പരിപാലനത്തിലെ മികവിന് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 2 തവണ നജീബ് ഇസ്മായിലിനെ ആദരിച്ചിട്ടുണ്ട്. റോഡ് സുരക്ഷാ മേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് മദീനദി പുരസ്കാരം നൽകി ആദരിച്ചത്. നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടും അതിനൊന്നും പുറകെ ആർഭാടത്തോടെ പോകാതെ ഒറ്റയ്ക്കൊരു പച്ച മനുഷ്യനായി ജീവിക്കുകയാണ് നജീബ് ഇസ്മായിൽ. ഇതെന്ന് വെച്ചാൽ അലുമിനിയം ഫോയിലാണ് നമ്മുടെ ഫുഡ് പൊതിയുക അല്ല. ഇതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ വലിച്ചെറിയാൻ ചെയ്യുന്ന വസ്തു. കാര്യം ഒരു തരി സ്വർണ്ണമാണെങ്കിൽ നമ്മൾ തറയിൽ വീണാൽ മൊബൈൽ ക്യാമറ വെച്ച് 10 പേര് വന്ന് അടിച്ച് അതെടുക്കാൻ നോക്കും അല്ലേ. അതേസമയം ഇത് നിരന്തരമുള്ള ഇതില്ലെങ്കിൽ നമ്മളുടെ ഈ പവർ ലൈൻസിൽ കൂടെ ജനറേറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് നമ്മളെ വീട്ടിലെത്തൂല. ഭൂമിയിലെ ഏറ്റവും പുതിയ മെറ്റലായ ഫോയിൽ പോലും എങ്ങനെ നമുക്ക് ഭീഷണിയാകുന്നുവെന്ന് പറഞ്ഞു തരും ഇദ്ദേഹം. ഉപയോഗശൂന്യമെന്ന് പറഞ്ഞ് നമ്മൾ കളയുന്ന എണ്ണ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാട്ടിത്തരും. ഒരു പ്ലാസ്റ്റിക് കുപ്പി എങ്ങനെ പുതിയ രൂപത്തിലാക്കാമെന്ന് നജീബ് ഓർമ്മപ്പെടുത്തും. ഇവിടെ UAE ഒരു പ്രത്യേക ഇതുണ്ട്. ഈ വേസ്റ്റ് എണ്ണയിൽ നിന്ന് ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അവർക്ക് വേണ്ടി ഞാൻ കൊടുത്തു. അവർ എത്തിച്ചു കൊടുത്തു. അവർ ആൾ വന്ന് അവർ കളക്ട് ചെയ്തു. കുറച്ച് അവർ പടമൊക്കെ എടുത്ത് അതൊന്നും പിന്നെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ എണ്ണ ഇതുപോലെ വയ്ക്കും. ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ 2 ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് ഇതിലുള്ളത്. ഒന്ന് കളേർഡാണ്. ഇതിൽ നിന്ന് അഴിച്ചു മാറ്റുക. ഈ റിങ് മാറ്റി കഴിഞ്ഞാൽ, ഈ സ്റ്റിക്കർ മാറ്റി കഴിഞ്ഞാൽ ഇത് 100% പരിശുദ്ധമാണ്. 100%, 100%, നോട്ട് 91.6, 100% ആണിത്. ഇതേ സാധനം വീണ്ടും സൈക്കിളിലെത്തിയാൽ ഇതുപോലെ ഒരു 100 പ്രാവശ്യം ഈ സാധനം ഉൽപ്പാദിപ്പിക്കാം, ശരിയായ രീതിയിൽ പോവുകയാണെങ്കിൽ. പ്ലാസ്റ്റിക്കിന്റെ മാത്രമല്ല, താൻ ഒന്നിന്റെയും വിരോധിയല്ലെന്ന് ഉറപ്പിച്ചു പറയും നജീബ് ഇസ്മായിൽ. ഈ ഭൂമിയിലുള്ള എല്ലാം നമുക്ക് വേണ്ടതു തന്നെ. പക്ഷേ ബുദ്ധിപൂർവം ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്ന് മാത്രം. ഒന്നും അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക എന്നതാണ് ഓരോരുത്തരും നിറവേറ്റേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം. കൃത്യമായി ഓരോന്നും വേർതിരിച്ച് അതത് സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക. ഈ ഭൂമിയെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും. ലോകത്തുള്ള 800 കോടിയിലേറെ ആൾക്കാരിൽ എല്ലാവരും തെറ്റ് ചെയ്യുമ്പോഴും വിരുദ്ധമായിട്ട് ചെയ്യുമ്പോഴും ഒരു വ്യക്തി ചെയ്യുമ്പോഴും അപ്പോഴും 100% തെറ്റുകൾ സംഭവിക്കില്ല. അപ്പോഴും 99.99999 ആ കോടിയുടെ എണ്ണത്തിലെത്തും. അതാണ് പവർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമുക്ക് നമ്മളെ മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. മറ്റുള്ളവർ മാറണം നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാം.